ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ ദേവയാനി എത്തിയിരിക്കുകയാണ് നയനയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ദേവയാനി വീണ്ടും അടവ് പ്രയോഗിച്ച് തിരിച്ചു കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തടവാണ്? ആദർശിന് ഭയങ്കര വിഷമമാണ്, സങ്കടമാണ്, അവന് രാത്രി ഉറക്കമില്ല. അതുമാത്രമല്ല, അവന് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവന്റെ ഭാര്യനെ ഞാൻ കൊണ്ടുപോകുന്നു പറയുന്നു. ഗോവിന്ദനും കനകയും തറപ്പിച്ച് പറയുകയാണ്, ഇല്ല, തരില്ല, എന്റെ മകളെ ഞാൻ അങ്ങോട്ടേക്ക് തന്നു വിടില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളല്ലല്ലോ, നിങ്ങളുടെ മകളല്ലേ പറയേണ്ടതെന്ന് പറഞ്ഞു. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. നയനെ കടന്നു വന്ന ഉടനെ തന്നെ എന്തോ ഒരു വലിയൊരു ആശ്വാസമായിട്ടോ ദേവയാനിക്ക്. നയനെ കണ്ടതും എന്തൊക്കെയോ ഒരു മാറ്റം ഒരു മാറ്റം ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ദിവസം കാണാതിരുന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മരുമകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമേ. അപ്പൊ നയനയെ നോക്കി ഒരു ചെറിയ പുഞ്ചിരിക്കാനായിട്ട് ഇങ്ങനെ വന്നത് പെട്ടെന്ന് മുഖം അങ്ങോട്ട് മാറ്റി കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഗോവിന്ദനും കനകയും അതുപോലെ നന്ദു ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നയന പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഞാന് എന്താ നിനക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നീ തുറന്നു പറയ. എന്താ നിനക്ക് നിന്റെ ഭർത്താവിനെ വേണ്ടേ? നിനക്ക് നിന്റെ ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും നിനക്ക് വേണ്ടെങ്കിൽ ഇവിടെ വെച്ച് പറയ, നീ എന്റെ മുഖത്ത് നോക്കി പറയ. അത് പിന്നെ എനിക്ക് എന്റെ ഭർത്താവിനെയും വീട്ടുകാരെയും എൻ്റെ അമ്മേനെയും അച്ഛനെയും ഒക്കെ വേണം. എനിക്ക് എല്ലാവരെയും വേണം. അല്ലാതെ ഒരാളെ ഉപേക്ഷിച്ചിട്ട് ഒരാളെ അങ്ങനെ എനിക്ക് വേണ്ട. അത് മാത്രമല്ല, എന്നെ ഇത്രയും വളർത്തി വലുതാക്കി എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാതെ അത് ധിക്കരിച്ചിറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ ശരിയാകുന്നത്? എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എത്ര പ്രാധാന്യമാണോ അതുപോലെ തന്നെ ആദർശേട്ടനും അമ്മയും അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ഒക്കെ. പക്ഷെ എനിക്കിപ്പം അങ്ങോട്ട് വരാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാന് എന്തു പറയാനാ അമ്മേ എന്ന് പറഞ്ഞപ്പം, നീ കൂടുതലൊന്നും പറയണ്ട. നീ തന്നെ ആയിരിക്കും ഇവരെ മയക്കിയെടുത്തത്. നീ തന്നെ ആയിരിക്കും ഓരോ കണ്ടീഷനൊക്കെ വെച്ചത്. ഇനിയിപ്പോ ഓരോ കണ്ടീഷൻ വെക്കാലോ. നിനക്ക് ഇനിയിപ്പോ മൂർത്തീസ് ജ്വല്ലറിയിൽ അല്ലെങ്കിലും വേറെ ഏത് ജ്വല്ലറി പോയാലും നല്ല സ്ഥാനക്കയറ്റം കിട്ടൂലോ. മാത്രമല്ല, എത്ര പണം വേണമെങ്കിലും വാരിക്കോരി നിന്നെ കൊണ്ടുപോകാൻ ആൾക്കാരും കാണും. ഒന്നും മറക്കരുത്. ഇതിനെല്ലാം കാരണക്കാരൻ ആരാന്നറിയാമോ? ഇതിനെല്ലാം കാരണക്കാരൻ എൻ്റെ മകൻ ആദർശാണ്. ആ ആദർശ് കിട്ടിയ താലിയ നിന്റെ കഴുത്തിൽ കിടക്കുന്നത്. എന്നിട്ട് പോലും ആ ഒരു വിചാരം പോലും നിനക്കില്ലാതെ നീ നിന്റെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടാണ് നിനക്കിവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയാം. ഈ താലി കഴുത്തിലിട്ടോണ്ട് ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. ഈ താലി എൻ്റെ മകൻ കെട്ടിയതാണെങ്കിൽ അവൻ താമസിക്കേണ്ട ഇടത്താണ് നീ താമസിക്കേണ്ടത്. അല്ലാതെ നീ താമസിക്കേണ്ട ഇടത്തല്ല അവൻ വന്ന് താമസിക്കേണ്ടത്. ഇതൊക്കെ കുറെ കേട്ട് കേട്ടോ. നമ്മുടെ കനക പറഞ്ഞു, ദേവയാനി ചേച്ചി നിർത്തുന്നുണ്ടോ? ആദർശിന്റെ അമ്മയ്ക്ക് തരുന്ന ബഹുമാനമൊക്കെ ഞങ്ങള് ഏറെക്കുറെയൊക്കെ തരുന്നുണ്ട്. ഇനിയിപ്പോ ആ ബഹുമാനം തരണോ വേണ്ടയോ എന്നൊക്കെ ഞങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എൻ്റെ മകളെ അവിടെ ഇട്ട് പെടാപ്പാട് പെടുത്തല്ലേ നിങ്ങള്. എൻ്റെ മകൾ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത്? ഒരു ഭർത്താവിന്റെ സ്നേഹം കിട്ടും, അത് ശരിയാണ്. പക്ഷെ അവിടെ ഒരു മരുമകളായിട്ടോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു സ്നേഹം എൻ്റെ മോക്ക് അവിടെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ തന്നെ ആദർശന്റെ അച്ഛനും ഒക്കെ ഒരു പരിധിയുണ്ട് ഇവളുടെ കാര്യത്തില്, ഇവളെ സ്നേഹിക്കുന്നതിന്. പക്ഷെ അതൊന്നുമല്ല. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടത്തെ അമ്മയുടെ സ്നേഹമാണ്, അമ്മായിയമ്മയുടെ സ്നേഹമാണ് മരുമകൾക്ക് വേണ്ടത്. അമ്മായിയമ്മയും മരുമകളും ഒത്തുപോകുന്നില്ലെങ്കിൽ ആ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളിലെ നടുവിൽ അകപ്പെട്ടിരിക്കുക എൻ്റെ മോള്. കണ്ടില്ലേ അവളുടെ കോലം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവിടെ ദാരിദ്ര്യമാണെങ്കിലും എൻ്റെ മോള് സന്തോഷത്തോടു കൂടിയാ ഇവിടെ ജീവിച്ചിരുന്നത്. പിന്നെ അങ്ങനെ പട്ടിണിയൊന്നും ഞങ്ങൾ കിടന്നിട്ടില്ല. ഇനിയിപ്പം അങ്ങനെ പട്ടിണി കിടക്കാനാണെങ്കിലും ഞങ്ങളുടെ മകള് ഞങ്ങളുടെ കൂടെ പട്ടിണി കിടന്നോളും. നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പം ദേവയാനി പറഞ്ഞു, കനകദുർഗ എന്നല്ല, കനകേ, നീ നിർത്ത്. നീ ഇനി കൂടുതൽ സംസാരിക്കരുത്. കാരണം ഞാൻ എൻ്റെ മരുമകളെ അറിഞ്ഞതുപോലെ വേറെ ആരും അറിഞ്ഞിട്ടില്ലെന്ന്. ഇത് കേട്ടതും, അല്ല എന്താ ദേവയാനി ചേച്ചി പറയുന്നത്? എൻ്റെ മകളെ ഞാൻ അറിയുന്നേക്കാൾ കൂടുതൽ ദേവയാനി ചേച്ചി അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? അത് ഞാൻ സമ്മതിച്ചു തരത്തില്ല. എൻ്റെ മകളെ എനിക്കും അതുപോലെ ഗോവിന്ദേട്ടനും അവളുടെ അനിയത്തിക്കും ചേച്ചിക്കൊക്കെ അറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയില്ല. അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലൊന്നും അല്ല. എൻ്റെ മോക്ക് അവിടെ പട്ടിയുടെ വില കൊടുക്കുന്നുണ്ടോ നിങ്ങള്? എൻ്റെ മോള് അവിടെ ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത് തന്നെ നിന്റെ കാലും കൈയും പിടിച്ചിട്ടല്ലേ. അത് മാത്രല്ല, എൻ്റെ മോളെ ഇപ്പൊ അടുക്കളയിൽ കയറ്റുന്നുണ്ടോ?
അവള് വിഷം കലക്കി തരും, അത് തരും, ഇത് തരും എന്നൊക്കെയാണല്ലോ പറയുന്നത്. പിന്നെ ഇവളെ അങ്ങ് മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് പറഞ്ഞയച്ചത് വേറെ ഒന്നിനുമല്ല, ദേവയാനി ചേച്ചിക്ക് എൻ്റെ മകളെ കാണാൻ പറ്റില്ല, എൻ്റെ മകൾ ആ വീട്ടിലുള്ളത് അശകുനമാണ്, അത്രയും നേരം ദേവയാനി ചേച്ചിക്ക് ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയാണല്ലോ, അല്ലാതെ ഇവളോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ കരുണ കൊണ്ടോ വാത്സല്യം കൊണ്ടോ ഒന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേണ്ട, ഇതുപോലെ ദുഷ്ടയായ ഒരു അമ്മായിയമ്മയുടെ അടുത്ത് എൻ്റെ മക്കളെ ഞാൻ നിർത്തില്ല. നിങ്ങൾ ക്രൂരത്തെയാണ്. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു പെൺകൊച്ചുണ്ടാകാതെ പോയത് നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഒരു മകനിൽ നിങ്ങൾ ഒരു കൊച്ചിൽ നിങ്ങൾ അഭയം പ്രാപിച്ചത് ഇതുകൊണ്ടാ. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങൾക്ക് അതിന്റെ വില അറിയുമായിരുന്നു. മക്കളെ സ്നേഹിക്കണം. അതിന് മരുമക്കളെ സ്നേഹിക്കാതിരുന്നു കൊണ്ടല്ല, മരുമക്കളെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം ആ മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അല്ലാതെ നിങ്ങളെപ്പോലൊരു സ്ത്രീനെ ഞാൻ കണ്ടിട്ടില്ല. അമ്മായിയമ്മയാണ് പോലും അമ്മായിയമ്മ. എന്തിനെന്റെ മകളെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണം? ഇല്ല, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഗോവിന്ദേട്ടനും ഈ അഭിപ്രായം തന്നെയാണ്. എൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടില്ല. അതും വലിച്ചു കീറാനായിട്ടും നിങ്ങൾക്ക് അടിക്കാനായിട്ടും തല്ലാനായിട്ടും തള്ളിയിടാനായിട്ടും വിഷം കുത്തിവെക്കാനായിട്ടും ഒന്നും എൻ്റെ മോളെ ഞാൻ പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. സഹിക്കുന്നതിനും അപ്പുറമാണ്. അപ്പൊ ഇതിനിടയിൽ നയന പറയുന്നുണ്ട്, അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ, അമ്മ മതി, സംസാരിച്ചത് മതി, ഒന്ന് നിർത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നയനോട് പറയുന്നുണ്ട്, ഞാൻ എന്തിനു നിർത്തണം, പെറ്റ വയറിനെ അതിന്റെ തെണ്ണോ അറിയത്തുള്ളടി, നീ മിണ്ടാതിരിക്കാൻ. എല്ലാവരുടെ അടുത്ത് നീ ഇങ്ങനെ ചാഞ്ഞ് നിന്നിട്ടാണ്, ചാഞ്ഞ് നിന്ന് അത് വെച്ച് നിന്റെ തലേ കയറുന്നത്. അതുകൊണ്ട് നീ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ നോക്ക്, അല്ലാതെ നീ ചാഞ്ഞ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. വീണ്ടും ഈ സ്ത്രീ നിന്റെ തലേ കയറും. വന്നിരിക്കുന്നു കൊണ്ടുപോകാനായിട്ട്, കള്ള സ്നേഹവും കാണിച്ചുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, നിർത്ത് കനകെ, മതി, നിർത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ മകളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഈ ലോകത്തില് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നതും ഈ നിൽക്കുന്ന നയനയാ. അത് നിങ്ങളോട് എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ മകളെ ഞാനിപ്പൊ കരയിക്കാറില്ല, സ്നേഹിക്കാറ് മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ജീവൻ തന്ന ഇവളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ അവിടെ നിൽപ്പുണ്ടല്ലോ. നവ്യ ഇങ്ങനെ ആശ്ചര്യപ്പെടുകയാണ്, ഇതെന്താ ഈ പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ കനകയ്ക്കും ഗോവിന്ദനും അതുപോലെ തന്നെ നന്ദുവിനൊന്നും വലിയ ആശ്ചര്യമൊന്നും വരുന്നില്ല. കാരണം അറിയാലോ, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കനക ഗോവിന്ദനെ ഒന്ന് നോക്കി. അപ്പം ബാക്കിയും കൂടെ നമ്മുടെ ദേവയാനി പറയാൻ തുടങ്ങി. നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഈ മരുമകളെ ഞാൻ വെറുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. മരുമകളായിട്ടല്ല, എൻ്റെ സ്വന്തം മകളായിട്ടാ. അത് വേണമെങ്കിലേ നിങ്ങൾ ചോദിച്ചു നോക്ക് നിങ്ങളുടെ മകളോട്. അതുപോലെയാ ഞാൻ ഇവളെ സ്നേഹിക്കുന്നത്. എൻ്റെ ആദർശിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഒരു പടി മുന്നിൽ ഞാൻ സ്നേഹിക്കുന്നത് ആരെയാണെന്നറിയാമോ? ഈ നിൽക്കുന്ന നിങ്ങളുടെ മകളെ, എൻ്റെ മരുമകളെ. ഞാൻ ഒരിക്കലും ഇനി ഇവളെ തള്ളി പറയില്ല. അതിനും കാരണമുണ്ട്. നിങ്ങളെല്ലാം മറച്ചു വെച്ചില്ലേ എന്നോട്? നിങ്ങളെല്ലാവരും എന്നോട് ക്രൂരത കാണിച്ചില്ലേ? എനിക്ക് കരള് ദാനം തന്ന പെൺകുട്ടിയെ ഞാൻ എല്ലാവരോടും ചോദിച്ചു, തപ്പി കുറെ നടന്നു. എന്നിട്ട് നയന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞു. പക്ഷേ എപ്പോഴും എൻ്റെ കൺമുമ്പിലുള്ള ഞാൻ വെറുക്കുന്ന എൻ്റെ മകന്റെ ഭാര്യയാണെന്ന് നിങ്ങൾ ആരും പറഞ്ഞില്ല. അന്ന് ഞാൻ തീരുമാനിച്ചതാ. ഞാൻ ഇവളെ എൻ്റെ മരുമകളായിട്ട് അംഗീകരിച്ച അന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ എല്ലാം ഞാൻ മറച്ചു വെച്ചത്. നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഇവളില്ലാതെ എനിക്ക് പറ്റില്ല. ഇവളില്ലാതെ ഒരു ദിവസം ആ വീട്ടിൽ ഞാൻ വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. എൻ്റെ മകന് ഇവളില്ലാതെ ചിലപ്പം ജീവിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ എനിക്ക് ഇവളില്ലാതെ ഇനി ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസവിച്ചില്ലായിരിക്കാം. പക്ഷെ ഇവളിപ്പം എൻ്റെ മരുമകളല്ല, മകള് തന്നെയാണ്. ഞാൻ ഇവളെ പൊന്നു പോലെയാ നോക്കുന്നത്. ഇനി ഒരിക്കലും കനക അങ്ങനെ പറയരുത്. ഞാൻ ഇവളെ വെറുക്കുന്നില്ല, ഞാൻ ഇവളെ ദ്രോഹിക്കുന്നില്ല. ഞാൻ ഇവക്ക് കൊടുക്കാൻ പറ്റുന്ന എൻ്റെ മാക്സിമം സ്നേഹം കൊടുക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഞാൻ പറയാ, ഇവളെ എൻ്റെ കൂടെ വിട്ടില്ലെങ്കിലേ ചിലപ്പം എൻ്റെ ശ്വാസം നിലച്ചു പോകുമായിരിക്കാം, ഞാൻ മരിച്ചു പോകുമായിരിക്കാം. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല കനകയെന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ കനക ഒരൊറ്റ ചിരി ചിരിച്ചിട്ട്, വഴിക്ക് വാ, അമ്മായിയമ്മയുടെ മരുമകളുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റൂല്ലയോന്നേ ഞങ്ങളൊന്ന് എറിഞ്ഞു നോക്കിയത്. ഏതായാലും ആ ഏറെ കൊള്ളയേട്ട സ്ഥാനത്ത് തന്നെ കൊണ്ടു. അപ്പൊ നമ്മുടെ നന്ദുവും പറഞ്ഞു, കൊള്ളാലോ, എന്തോരഭിനയമാ അമ്മായിയമ്മയും മരുമകളും. എന്താ വിചാരിച്ചത്, ഞങ്ങളെ പൊട്ടം കളിപ്പിച്ച് കളയാന്നോ? അതേ നയനേച്ചി ഈ നിൽക്കുന്ന കനക ചില്ലറക്കാരി അല്ലാട്ടോ. നയനേച്ചിയുടെ ബുദ്ധിയേക്കാൾ ഒരുപടി ബുദ്ധി കൂടുതലുണ്ടെന്ന് കൂട്ടിക്കോ. അത് കുരുട്ട് ബുദ്ധിയാണെങ്കിലും എങ്ങനെയെങ്കിലും സത്യം കണ്ടുപിടിച്ചല്ലോ. നിൽക്കുന്നത് കണ്ടില്ലേ? ഇതിനു വേണ്ടി തന്നെയാ അച്ഛനും അമ്മയും ഞാനും ഒക്കെ വാശി പിടിച്ചത്. ചേച്ചിയോട് ഇവിടെ നിന്ന് പോകണ്ട,
ഇവിടെ തന്നെ നിൽക്കാനൊക്കെ പറഞ്ഞത്. അതിന്റെ കാരണം എന്താന്നാ ഓർത്തത്? അച്ഛന് എന്തെങ്കിലും ചേച്ചിയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ധിക്കാരം പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, എന്റെ ചേച്ചിയോട് എന്തെങ്കിലും കാര്യത്തിന് അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാകുന്നേ ചേച്ചി ചിന്തിക്കണമായിരുന്നു. ഒരു പ്രായച്ചിത്തക്കാവിൽ പോയിരിക്കുന്നു, ആരും കാണാതെ അവിടെ ഇവിടെയും കറങ്ങി നടന്ന് മരുമകൾക്ക് മുല്ലപ്പൂവൊക്കെ വെച്ചു കൊടുത്തു കഴിയുമ്പം ആരും അറിയില്ലെന്നാണ് വിചാരിച്ചത്. എന്നാലേ അറിഞ്ഞു. ഈ നിൽക്കുന്ന കാനകയെല്ലാം കണ്ടുപിടിച്ചു. അപ്പൊ ഇത് കേട്ടത് നവ്യ, എന്താ ഞാൻ ഈ കേൾക്കുന്നത്, എന്താ ഞാൻ ഈ കാണുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യ നിൽക്കുമ്പോൾ നവ്യയോട് കാര്യങ്ങളൊക്കെ പറയാ. നമ്മളെയൊക്കെ പറ്റിക്കായിരുന്നു മോളെ, അമ്മായിയമ്മയും മരുമകളും കൂടെ അഭിനയിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയം ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ എല്ലാവർക്കും. നമ്മുടെ നയനെ അവിടുന്ന് കൊണ്ടുപോയപ്പോഴത്തേക്കും നവ്യക്ക് തന്നെയാണ് കൂടുതൽ സന്തോഷം. എങ്കിലും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അവള് ഭാഗ്യമുള്ളവളാണ്, അവൾക്ക് നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവിനെയും ഇപ്പൊ അമ്മായിയമ്മയും മുത്തശ്ശനെയും ഒക്കെ കിട്ടിയില്ലേ, അവള് ചെയ്ത നന്മയുടെ ഫലവാ അവൾക്ക് ഇതൊക്കെ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. അപ്പം മിസ് ചെയ്ത് കളയരുത്. രാവിലെ കറക്റ്റ് 7:30 ആകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതിനിടയിൽ നമ്മുടെ ടീച്ചറിന്റെ കഥ ഇടുന്ന കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ടീച്ചറിന്റെ കഥ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നാളെ രാവിലെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.